ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. കാരണം സുരേട്ടന് അമ്മൂനും ചോറ് കൊണ്ടുപോകണം. അങ്ങനെ അടുപ്പ് കത്തിക്കുകയാണ്. ആദ്യം ലീവുള്ള ദിവസമാണ് ഞാൻ അടുപ്പ് കത്തിക്കൽ. അല്ലാത്ത ദിവസം റൈസ് കുക്കറിലായിരുന്നു ചോറ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഡെയിലി അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളവും മറ്റേ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഗ്യാസിൽ ഞാൻ ചായക്ക് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ചായ എനിക്കും സുരേട്ടൻ നിർബന്ധമാണ്. അധികമൊന്നും കുടിക്കൂല കേട്ടോ. ദിവസം 2 ചായ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിടുകയാണ്. ആദ്യം പച്ചവെള്ളത്തിൽ കഴുകി പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ എന്താ ഗേറ്റ് തുറക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ പത്രം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പത്രം ഞാൻ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം മുറ്റടിക്കാനാണ് പോയത്. സമയം കിട്ടുമ്പോൾ അമ്മ മുറ്റടിക്കുക റൂം ക്ലീനാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് കിച്ചണിലെ ക്ലീനിങ് മാത്രം നോക്കിയാൽ മതിയേ. ഇപ്പോൾ എക്സാം അടുത്തത് കൊണ്ട് പഠിക്കാനുണ്ടാവുമല്ലോ. പിന്നെ അതാ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുരേട്ടൻ പറയുന്നത് ഇന്ന് നേരത്തെ പോകണമെന്ന്. അപ്പം ഞാൻ മുറ്റടിയൊക്കെ നിർത്തി അടുക്കളയിലേക്ക് വന്നതാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ല. ഞാൻ തലേന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. പിറ്റേന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പിന്നെ അതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ തലേന്ന് അരിഞ്ഞു വെക്കും. പിന്നെ അതാ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ തോല് പൊളിച്ച് കഴുകി ഒരു ബോക്സിലിട്ട് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ തേങ്ങ ഒരു ദിവസത്തേക്ക് വേണ്ടത് ചിരകി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ അടുക്കള ജോലി ഒരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മീൻകറിയാണ്. മീൻകറി ഇന്നലത്തെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ അയിലക്കറിയാണ്. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നേ. പിന്നെ അതാ കുറച്ച് സോയാബീൻ ഇതാ മസാല പുരട്ടി വെച്ചിക്ക്. അപ്പോൾ അതാ ഒരടുപ്പത്തെ പുട്ട് ചുട്ടെടുക്കുകയാണ്. മറ്റേ അടുപ്പത്ത് ഇതാ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരു മാങ്ങയാണ് ഇന്ന് പച്ചക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതാ സോയാബീൻ വറുത്തെടുക്കുന്നുണ്ട്. കറിയിലേക്ക് വറവിന് വേണ്ടിയിട്ട് കടുക്, ഉലുവ, കരിവേപ്പില, വറ്റൽമുളക് അങ്ങനെ കറിയുമായേ. പിന്നെ ഇത് ഇന്നലത്തെ മീൻകറി ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഞാൻ കറി വെച്ച പാത്രമൊക്കെ ഇതാ അപ്പം തന്നെ ഒഴിച്ച് കഴുകി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ സുരേട്ടനും അമ്മയൊക്കെ കുളിച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അവർക്ക് വേണ്ട ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. സുരേട്ടന് കൂടുതൽ വിഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും ഓഫീസിലേക്ക് കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ അതാ സുരേട്ടനും പോവാനിറങ്ങിയേ. അപ്പോൾ അതാ അതിന് ശേഷം അമ്മും പോവാനിറങ്ങിയേ. അവർ പോയതിന് ശേഷം ഇതാ ഞാൻ ബാക്കിയുള്ള മുറ്റടി കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇതപ്പോൾ ചായ കുടിക്കുകയാണ്.
എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് എൻ്റെ ചെടികളൊക്കെ നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ ഇംഗ്ലീഷ് വളം ഇട്ടതാണ്, അതുകൊണ്ട് 2 നേരവും നനച്ച് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ചൂടിന് 2 നേരവും നനച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വാടി കൊഴിഞ്ഞു പോകും. എൻ്റെ ചെടി നനച്ചതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് മഞ്ഞളുണ്ടായിന്, ഇത് പുഴുങ്ങുമ്പോൾ ഒരു വലിയ ചെമ്പിലുണ്ടായിന്, ഉണങ്ങി ഇതാ കുറച്ചായിട്ട് വന്നിക്കേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് അലക്കാനുണ്ട്. ഞാൻ എൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് അലക്കൽ മിഷ്യലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.